മൈ ചാനൽ. ക്യാപ്റ്റൻ മൊമാന എന്ന് പറഞ്ഞ ചാനലിൽ മാർഷ്മലോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെ ചെയ്തേക്കാന്ന് ഓർത്തു. ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ള വീഡിയോയിലേക്ക് പോണതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ആദ്യമേ നമ്മൾ ജലാറ്റിൻ കലക്കി വെക്കുകയാണ്. അതിനായിട്ട് 2.5 ടേബിൾ സ്പൂൺ ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ചൂടുള്ള 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുകയാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നല്ലോണം മിക്സ് ചെയ്ത ശേഷം മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനൊരു 100 ml ഒരു കപ്പ് നിറച്ചും പൗഡേർഡ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പകുതി അളവിൽ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്യാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ 1/2 കപ്പ് ഷുഗറാണ് എടുക്കണമെങ്കിൽ 1/4 കപ്പ് കോൺഫ്ലവർ എടുക്കണം. ഇത് നമുക്ക് മാർഷ്മലോ ഉണ്ടാക്കാൻ പോണ പാത്രത്തിൽ എണ്ണയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തൂവിയിട്ട് ഇതൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഒട്ടിപ്പിടിച്ചിരിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഷുഗർ സിറപ്പിനായിട്ട് 1 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇത് 200 ml ഒരു കപ്പാണ്. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇത് നല്ലോണം തിളച്ച് ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു രീതിയിൽ വരണം. കയ്യിലെടുക്കുമ്പോഴേക്കും ഇങ്ങനെ സ്ട്രിങ് പോലെ ഇങ്ങനെ കിട്ടണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഒരു ഡ്രോപ്പ് വെള്ളത്തിലിടുമ്പോഴേക്ക് അതിങ്ങനെ നമുക്ക് വിട്ട് കിട്ടുന്ന വിധത്തിലാവുമ്പോഴേക്കും കറക്റ്റ് പാകമെന്ന് മനസ്സിലാവും. ഇതിപ്പോൾ നല്ലോണം തിളച്ച് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ചേക്കണ ജലാറ്റിനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന കാര്യത്തിലാട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് മാർഷ്മലോ ശരിയായിട്ട് കിട്ടത്തില്ല. ഞാനപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഞാനപ്പോൾ പകുതി ഒഴിച്ചിട്ടുള്ളൂ, ബാക്കി പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ മാറ്റി വെച്ചതിലേക്ക് ഒരു അല്പം കളറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ലെമൺ യെല്ലോ കളറാണ് ചേർത്ത് കൊടുത്തേക്കണത്. ഇത് ഓപ്ഷണലാണ്, ഞാനപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തെന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലായിടത്തും ഒരേപോലെ ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോളും. ഇനി നമുക്കിത് കുറച്ച് നേരം മാറ്റി വെക്കാം. ഒന്നില്ലെങ്കിൽ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ ജസ്റ്റ് പുറത്ത് തന്നെ വെച്ചാൽ മതി. ഒരു 2 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടും. ഞാനപ്പോൾ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വിടിയിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് മുകളിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഷുഗറും കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തില്ലേ, അതൊന്ന് തൂക്കി കൊടുക്കുകയാണ്. ഈ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കുക. അപ്പോൾ അതിൽ കുറച്ച് കോൺഫ്ലവറും ആ ഷുഗറിൻ്റെ ആ മിക്സ്ചറില്ലേ അത് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് കിട്ടും. ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെയും കുറച്ച് ഷുഗറിൻ്റെ ഇത് മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിതിൻ്റെ മുകളിലും കൂടി നല്ലോണം തൂക്കി കൊടുക്കാം. നല്ലോണം തൂക്കി കൊടുത്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യണ കത്തിയിലും കൂടി കുറച്ച് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യാം കേട്ടോ.